നടത്തേണ്ട കാര്യമില്ല. അവരുടെ അതുപോലെ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണുമോ? പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണാം എന്ന് തോന്നുന്നു. അപ്പോൾ ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടന്റ് കിട്ടും. ഇപ്പം ഈ ഇൻ്റർവ്യൂ ഇതിപ്പോൾ തനിനിറം എന്ന് പറയുന്ന പടത്തിൻ്റെ ഇൻ്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത്? എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പഴയ സിനിമകളും ലാലേട്ടൻ്റെ സിനിമയും ജോഷ് സാറിൻ്റെ സിനിമ അങ്ങനെ കുറേ സിനിമകളുടെ കാര്യമാണ് വന്നത്. തനിനിറം മറന്നുപോയി. അപ്പോൾ ഇതാണോ ശരിക്കുമുള്ള പ്രൊമോഷൻ? ഇറ്റ് ഈസ് നോട്ട്. ഒരു ട്രെയിലർ ഇറങ്ങി ആ ട്രെയിലറിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ പഴയ പോലെ പരമ്പരാഗതമായ രീതി ഹോർഡിങ്സും പോസ്റ്റേഴ്സും നിറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവത്തിൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ്. 1000 പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്നത് 200 പോസ്റ്റേഴ്സാണ് മാക്സിമം. അതുമില്ല, എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നു. സോ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അടലുകളുള്ള ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ അഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ പ്രൊമോഷന് വരണം എന്നുള്ളതുണ്ട്. ഇതേ സമയം ഈ അഗ്രിമെൻറ്റിൽ പറയുന്നില്ല ഏത് സമയത്താണ് പ്രൊമോഷൻ വരുന്നത്. നിങ്ങളുടെ സിനിമ ഇന്ന മാസമാണോ റിലീസ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ ജമ്മു കാശ്മീരിൽ ഷൂട്ട് ചെയ്യാണ്, അവിടെ 10 ദിവസം കൃത്യമായിട്ടൊരു മിലിറ്ററി ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ 10 ദിവസമേ അയാൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾ അവിടെ വേണ്ടേ? ഇവർ പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല റിലീസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ സിനിമയുടെ വേർത്തിൽ ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിങ്ങിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഉണ്ടാകുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വേറൊക്കെ ഷൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർ വിടുമോ? അത് മറ്റൊരു പ്രൊഡ്യൂസറല്ലേ, അയാൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നതല്ലേ. നമുക്ക് അത് ഒരുപാട് എന്താ പറയുക, ഒരു മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസറും ആയിരിക്കും ഇതിന്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ടു ദിസ്.